ആർ ബാബു, ഈ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം എന്നുള്ളതിനെ കുറച്ച് സേക്രഡായോ പവിത്രമായോ ഒക്കെ കണ്ടത് എന്താണ്, പിഴവ് പറ്റിയോ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണ സംഘങ്ങൾ പാളിപ്പോയ അല്ലെങ്കിൽ എവിടെയും എത്താതെ പോയ സംഭവങ്ങൾ പഗാസ് അടക്കം ഒരു പിടി ഇപ്പോൾ ഒരു 10-12 ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ആർബാബു, ഇവിടെ കോടതിക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. കോടതിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി അന്വേഷിക്കാനുള്ള സംവിധാനമില്ല. അതിന് ഇച്ഛാശക്തി കാണിക്കേണ്ടത് SIT ആണ്. അതില്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാബു? അല്ല ഹാഷ്മി, ഈ കോടതിയാണ് അന്വേഷണ സംഘത്തിലെ ഓരോ അംഗത്തെ നിശ്ചയിച്ചത്. സാധാരണ രീതിയിൽ അത്യപൂർവമായ കാര്യമാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോടതി ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. ഇവിടെ കോടതിയാണ് ഓരോ ഉദ്യോഗസ്ഥനെയും നിശ്ചയിച്ചത്. ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് ആര് കൊടുത്തതാ? ആരിൽ നിന്നായിരിക്കണം കോടതി അത് സംഘടിപ്പിച്ചിട്ടുണ്ടാവുക? അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന ഒരു ലിസ്റ്റാണ്, അല്ലെങ്കിൽ കോടതി ആ നിലയ്ക്കുള്ള ഒരു സോഴ്സിൽ നിന്ന് വാങ്ങുന്ന ഒരു ലിസ്റ്റാണ്. അവരെ ഈ സർക്കാരിൻ്റെ പ്രതിസന്ധിയിലാക്കാത്ത രീതിയിലുള്ള അന്വേഷണം നടത്താവുന്ന ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല ഇതിനകത്ത് പൊതുസമൂഹത്തിന്റെ ഇപ്പോൾ മാധ്യമങ്ങളടക്കം ഇത്രയും അവെയറായിട്ട് നിൽക്കുന്ന ഒരു കേസിൽ പത്മകുമാറിന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുന്നു? പത്മകുമാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ, പത്മകുമാറിന് നേരിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ. വിജിലൻസിന്റെ റിപ്പോർട്ട് അവിടെ ഇല്ലേ കോടതിയിൽ? പത്മകുമാറിനെയും വാസുവിനെയും ലോകത്ത് ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇപ്പോൾ CPM പറഞ്ഞു നടക്കുന്നത് എന്താണ്? ഞങ്ങളുടെ ഉദാരതയാണ്, ഞങ്ങളുടെ ലിബറൽ സമീപനമാണ്, ഞങ്ങളുടെ തുറന്ന സമീപനമാണ് ഈ അന്വേഷണത്തിലൂടെ. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം ഇത് ഈ കേസ് വളരെ വ്യക്തമായിട്ട് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ അതിൻ്റെ തദ്ഭവം എവിടുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ അന്വേഷണവും ഈ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇതിൽ CPM-ന്റെ ഒരു പങ്കാളിത്തവും ഇല്ല, CPM-ന്റെ ഒരു ഉദാരതയില്ല, തുറന്ന സമീപനമില്ല. ഇപ്പം ഇവിടെ CPM-ന്റെ പ്രതിനിധി പറയേണ്ടായി ഞങ്ങൾ ചാർജ് ഷീറ്റ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ്. ഇവിടെ വിശ്വാസികൾ കാത്തു നിൽക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസത്തോട് അങ്ങേയറ്റം വിപ്രതിപത്തി പൊച്ചു പുലർത്തിക്കൊണ്ട് അവഹേളിച്ചുക്കുന്ന ഒരു പാരമ്പര്യമുള്ള CPM ഈ ശബരിമല കൊള്ള നടത്തിയവരെയും സംരക്ഷിക്കുന്നു എന്ന നിലപാട് എടുത്തിരിക്കുന്നു എന്ന ആ ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസികൾക്കുള്ളത്. അല്ലെങ്കിൽ ഈ ചാർജ് ഷീറ്റിന്റെ കാര്യം പറയില്ല. ചാർജ് ഷീറ്റ് വന്നിട്ടാണോ PP ദിവ്യയെ മാറ്റി നിർത്തിയത്? ചാർജ് ഷീറ്റ് വന്നിട്ടാണോ P ശശിക്കെതിരെ നടപടി എടുത്തത്? ചാർജ് ഷീറ്റ് വന്നിട്ടാണോ CPM-ന്റെ പല നേതാക്കന്മാർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത് നാളെ വരെ? അല്ല. അപ്പോൾ തങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ന്യായങ്ങൾ ഇങ്ങനെ പറയുകയാണ്, പൊതുസമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന. ചാർജ് ഷീറ്റ് വന്നിട്ടാണോ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേ പിണറായി വിജയൻ പ്രസംഗിച്ചു നടന്നത്? ചാർജ് ഷീറ്റ് വന്നിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ചാർജ് ഷീറ്റ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നുള്ള പൊള്ളയായ ന്യായം പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്. അതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മി. ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ സാധ്യമല്ല. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പകൽ പോലെ വ്യക്തമാണ്. സുരേഷ് കുമാറിലേക്ക് ഒന്നുകൂടി പോകുന്ന സമയം പൂർണ്ണമായി കഴിയാണ്. എന്തായാലും നമ്മുടെ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കൂടുതൽ വിവരങ്ങൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അത് ഞെട്ടിക്കുന്നതാണ്. ഓരോ ഇഞ്ചിലും കൊള്ള നടന്നു എന്നുള്ളതാണ്. നാഥനില്ലാ കളരി കണക്കെ, ഈജൻ തൊഴുത്ത് കണക്കെ, കേൾപ്പോരും കേൾവിയില്ലാത്ത കണക്ക്, ആർക്കും കയറി അള്ളാവുന്ന മട്ടിൽ ഭഗവാന്റെ സ്വത്തുകൾ അവിടെ കിടക്കുകയാണ് എന്ന ഞെട്ടൽ, അത് ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.